എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുമായി തെളിവെടുപ്പ് നടത്തി. മുഴിക്കുളം പാലത്തിൽ എത്തിച്ചായിരുന്നു തെളിവെടുത്തത്. അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ല. കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞ സാഹചര്യം അച്ഛന്റെ ബന്ധു മുതലെടുത്തെന്നും പോലീസ് പറഞ്ഞു. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, ഇന്ന് തെളിവെടുപ്പിന് ശേഷവും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷവും എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മയെ കഴിഞ്ഞ ദിവസമാണ് പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചത്. തുടർന്ന് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. ഇന്ന് പൂർണ്ണമായും തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ് ദിവസം ഉപയോഗിച്ചത്. അതായത് മുഴിക്കുളം പാലത്തിൽ എത്തിച്ചുകൊണ്ട് തെളിവ് ശേഖരിച്ചു. അത് ഏത് വിധത്തിലാണ് ഈ കൃത്യം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിൽ അത് വിശദീകരിച്ച് കൊടുത്തിരുന്നു അമ്മ. ഒപ്പം തന്നെ ചില നിർണായകമായിട്ടുള്ള മൊഴികൾ നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഈ പീഡന വിവരം അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. നേരത്തെ അച്ഛന്റെ സഹോദരൻ, അതായത് ഈ പീഡന കേസിലെ പ്രതി പറഞ്ഞിട്ടുള്ളത് അമ്മയ്ക്ക് ഈ വിവരം അറിയാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത് അമ്മ ചോദ്യം ചെയ്യലിൽ നിഷേധിച്ചിട്ടുണ്ട്. അതായത് അമ്മയ്ക്ക് ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ടുള്ള പ്രാപ്തി ഇല്ലായിരുന്നു, ഒരു പ്രാപ്തിക്കുറവുണ്ടായിരുന്നു. കൂട്ടുകുടുംബത്തിന്റെ സാഹചര്യം അച്ഛന്റെ സഹോദരൻ മുതലെടുത്തു എന്നുള്ളതാണ് അമ്മ നൽകിയിട്ടുള്ള മൊഴി. ഒപ്പം തന്നെ അമ്മ നേരത്തെയും ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്ന വാദം അല്ലെങ്കിൽ അത്തരമൊരു മൊഴി നിലവിൽ പോലീസ് തള്ളിയിട്ടുണ്ട്. നേരത്തെ പിതാവ്, ഈ കുഞ്ഞിന്റെ പിതാവും അതോടൊപ്പം തന്നെ പിതാവിന്റെ വീട്ടുകാരുമാണ് സമാനമായിട്ടുള്ള ഒരു ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചത്. അതായത് നേരത്തെ ഐസ്ക്രീമിലടക്കം വിഷം കലർത്തി കൊല്ലാനായിട്ടുള്ള ഒരു ശ്രമം അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ടോർച്ച് കൊണ്ട് തലയ്ക്ക് അടിച്ചിട്ടുണ്ട് തുടങ്ങി ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ കുട്ടിയുടെ പിതാവിന്റെ വീട്ടുകാർ ഉന്നയിച്ചിരുന്നു. പക്ഷെ ആ വാദങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ മൊഴികളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പോലീസ് തള്ളിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ, അതായത് നേരത്തെയും സമാനമായിട്ടുള്ള കൊലപാതക ശ്രമം അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല. പക്ഷെ കുട്ടികളുടെ കാര്യം നോക്കുന്നതിൽ ചില പ്രാപ്തിക്കുറവും ആത്മവിശ്വാസക്കുറവും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് പീഡന വിവരം അറിയാമോ എന്ന കാര്യത്തിൽ ഇതുവരെ പോലീസിന് വ്യക്തത വന്നിട്ടില്ല. നിലവിൽ മുഴിക്കുളം പാലത്തിൽ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം നേരെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. ആ 5 ദിവസവും ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും തെളിവുകൾ ശേഖരിക്കുക, മൊഴിയിൽ വ്യക്തത വരുത്തുക. കാരണം കൊലപാതക കാരണം സംബന്ധിച്ച് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം, ഒരു മറുപടി അമ്മയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള ഏക വെല്ലുവിളി. അതുമാത്രവുമല്ല, ഈ പീഡന വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നോ, അത് ഈ കൊലപാതകത്തിന് കാരണമായിരുന്നോ, ഇതടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത തേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക. ഈ ഒരു കാര്യം, കൊലപാതക കാരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തന്നെയാണ്. കൂട്ടുകുടുംബവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കൂട്ടുകുടുംബം എന്നുള്ള രീതിയിൽ കഴിഞ്ഞത് അച്ഛന്റെ സഹോദരൻ മുതലെടുത്തുവെന്നും കുട്ടികളോട് പിതാവിന്റെ വീട്ടുകാർക്കുള്ള അമിത സ്നേഹവുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിലവിൽ നൽകിയിട്ടുള്ള മൊഴി. പക്ഷെ അത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീണ. ഓക്കെ, ശരി രേഷ്മ.